നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പകർച്ചപ്പനിയുടെ കൂട്ടത്തിൽ കോഴിക്കോട് മലമ്പനിയും 3 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. പ്രതിരോധങ്ങളുമായി ആരോഗ്യവകുപ്പ്. ചരിത്രത്തെ സംസ്കരിക്കാനുള്ള നീക്കം ചെറുക്കണമെന്ന് അബ്ദുൾ സമദ് സമദാനി. ചരിത്രത്തെ ദുരുപയോഗിക്കാനുള്ള ശ്രമങ്ങൾ ജനാധിപത്യ കൂട്ടായ്മയിലൂടെ തടയണമെന്നും അദ്ദേഹം. തലശ്ശേരി കുടകുപാതയിലെ റോഡൊഴുകിപ്പോയ സംഭവം ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. ഉന്നതതല സംഘം സ്ഥലം സന്ദർശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് 3 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. വെള്ളയിൽ ഭാഗത്തു നിന്നുള്ളവരാണ് മെഡിക്കൽ കോളേജിൽ മലമ്പനി ബാധിച്ച് ചികിത്സയിലുള്ളത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കോഴിക്കോട് 3 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. കോഴിക്കോട് വെള്ളയിൽ ഭാഗത്തു നിന്നുള്ളവരാണ് മെഡിക്കൽ കോളേജിൽ മലമ്പനി ബാധിച്ച് ചികിത്സയിലുള്ളത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവർക്കാണ് അധികമായി സാധാരണ മലമ്പനി കാണാറുള്ളത്. എന്നാൽ അടുത്ത കാലത്തൊന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാത്ത 3 പേർക്കാണ് ഇപ്പോൾ പനി സ്ഥിരീകരിച്ചത്. മലമ്പനി കണ്ടെത്തിയ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. വെള്ളം കെട്ടിനിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കടത്തനാട്. ചരിത്രത്തെ തമസ്കരിക്കാനുള്ള നീക്കം ചെറുക്കണമെന്ന് അബ്ദുൾ സമദ് സമദാനി. ചരിത്രത്തെ ദുരുപയോഗം ചെയ്യാനുള്ള കുൽസിത ശ്രമങ്ങളെ ജനാധിപത്യ കൂട്ടായ്മയിലൂടെ പ്രതിരോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആധുനിക ഭാരതത്തിന്റെ സാംസ്കാരിക ഉള്ളടക്കമായ സ്വാതന്ത്ര്യ സമരത്തെയും സമര നേതാക്കളെയും തമസ്കരിക്കാനുള്ള സംഘടിത ശ്രമമാണ് ഇന്ന് നടക്കുന്നതെന്ന് അബ്ദുൾ സമദ് സമദാനി MP വടകരയിൽ ജവഹർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചമ്പാരൻ സത്യാഗ്രഹം, മിശ്രഭോജനം, കൗമുദി ടീച്ചർ ജന്മശതാബ്ദി ആഘോഷം എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇങ്ങനെയുള്ള അപൂർവം, വളരെ പ്രയോജനകരമായ, വളരെ അനിവാര്യമായ രാജ്യത്തിന്റെ നിലനിൽപ്പിന്, ജനതയുടെ നിലനിൽപ്പിന്, ക്ഷേമത്തിനൊക്കെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള, അനുപേക്ഷണീയമായിട്ടുള്ള ആശയങ്ങൾ പ്രസരിപ്പിക്കുന്ന ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുള്ളത് വളരെ ശുഭോദർക്കമാണ്, ശ്ലാഘനീയമാണ്, ആശ്വാസദായകമാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടുത്തെ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ എനിക്ക് ചടങ്ങിന്റെ മഹാത്മ്യത്തെ പറ്റി തന്നെ പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിപരമാവുകയില്ല എന്ന് പിന്നെയും തോന്നുന്നു. ഇത്രയും മഹത്തായ ഒരു ചടങ്ങ്, 3 വളരെ പ്രധാനപ്പെട്ട ചരിത്ര സന്ദർഭങ്ങളെ ഓർക്കുന്ന ചടങ്ങ്, അതിന്റെ ഒരു പ്രാധാന്യം, ചമ്പാരൻ സത്യാഗ്രഹം, മിശ്രഭോജനം, കൗമുദി ടീച്ചറുടെ ജന്മശതാബ്ദി, ഈ 3 ഒന്നിച്ച് ഓർക്കാൻ ജവഹർ സാംസ്കാരിക സമിതി കാട്ടിയ വിവേകത്തെ, രാജ്യസ്നേഹപരമായിട്ടുള്ള അഭിനിവേശത്തെ അഭിനന്ദിക്കുകയാണ്. ഇതുപോലുള്ള സന്ദർഭങ്ങൾ നമുക്ക് ഇനിയും ഉണ്ടാകില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ അവഗണിക്കപ്പെടുന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ തന്നെ വളരെ ദുഃഖത്തോടുകൂടി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അവഗണിക്കുക മാത്രമല്ല, ചരിത്രത്തെ തന്നെ ഖണ്ഡിക്കുവാനുള്ളതായ ശ്രമങ്ങൾ നടത്തുന്നു. ചരിത്രത്തിൽ നിന്ന്, ഭൂതകാലത്തിൽ നിന്ന് വർത്തമാനകാലത്തെ വേർപെടുത്താനുള്ളതായ ശ്രമം നടക്കുന്നു. ഒരു ഭാഗത്ത് ചരിത്രത്തെ അവഗണിക്കാൻ, ചരിത്രത്തെ വെട്ടിമാറ്റാൻ, മറുഭാഗത്ത് ചരിത്രത്തെ ദുർവ്യാഖ്യാനം ചെയ്യാൻ, മിസ്യൂസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിന്റെ ദുരുപയോഗം. ചരിത്രം പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു അധ്യായം കൂടിയാണ്. ഞങ്ങളൊക്കെ ചരിത്രം MPhil ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ MGS നാരായണന്റെ വിദ്യാർത്ഥിയായിട്ട് ചേർന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ പഠിക്കാനുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം ചരിത്രത്തിന്റെ ദുരുപയോഗമായി. അതൊന്ന് ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഒരു ഭാഗത്ത് ഒരു കൂട്ടർ ചരിത്രത്തെ ദുരുപയോഗപ്പെടുത്തുന്നു, മറ്റൊരു കൂട്ടർ ചരിത്രത്തെ അവഗണിക്കുകയും ചെയ്യും. ചരിത്രത്തെ ദുരുപയോഗം ചെയ്യാനും സമ്പന്നമായ ഭൂതകാലത്തെ അവഗണിക്കാനുമുള്ള കുൽസിത ശ്രമങ്ങളെ ജനാധിപത്യ കൂട്ടായ്മയിലൂടെ പ്രതിരോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കടമേരി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി. P. ഹരീന്ദ്രനാഥ്, ഡോക്ടർ KM ജയശ്രീ, D. പ്രജീഷ്, B. വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വടകര.
പിതൃതർപ്പണം തേടി പിതൃക്കൾക്ക് ഞായറാഴ്ച തർപ്പണം നടത്തും. പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. പിതൃതർപ്പണ ചടങ്ങുകൾക്കായി വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക സൗകര്യങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ താരം മേക്കുന്നിലെ VP സത്യന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. VP സത്യൻ മെമ്മോറിയൽ ട്രസ്റ്റും പ്രദേശവാസികളുടെയും നേതൃത്വത്തിലാണ് പുഷ്പാർച്ചന നടത്തിയത്. ഫുട്ബോൾ ക്യാപ്റ്റനായിരുന്ന മേക്കുന്നിലെ VP സത്യന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. VP സത്യൻ മെമ്മോറിയൽ ട്രസ്റ്റും പ്രദേശവാസികളുടെയും നേതൃത്വത്തിലാണ് അനുസ്മരണ പുഷ്പാർച്ചന നടത്തിയത്. മേക്കുന്നിലെ VP സത്യന്റെ വീട്ടിലെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയിൽ സുരേന്ദ്രൻ മേക്കുന്ന്, ഡോക്ടർ MK മധുസൂദനൻ, KP ദയാനന്ദൻ, കോളിപ്രത്ത് അനന്തൻ മാസ്റ്റർ, CK രവിശങ്കരൻ, രവി തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നൊച്ചാട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് MC മായിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. നൊച്ചാട് ചേനോളിയിലെ CPIM അക്രമത്തിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക, മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പേരിലെടുത്ത കള്ളക്കേസ് പിൻവലിക്കുക, പോലീസിന്റെ പക്ഷപാതപരമായ നടപടി അവസാനിപ്പിക്കുക തുടങ്ങി നീതി നിഷേധത്തിനെതിരെയായിരുന്നു പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നൊച്ചാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചും ധർണയും പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് MC മായിൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അതിലെ പ്രതികൾ പോലീസിന്റെ മുമ്പ് കൂടെ നെഞ്ചി വിരിച്ച് എന്നെ പിടിക്കാൻ ഇവിടെ തയ്യാറുള്ള കാക്കിയിട്ടവൻ ആരുണ്ടടാ എന്ന് ചോദിക്കുന്ന തരത്തിൽ പോലീസിന് മുമ്പിൽ കൂടെ വിലസി നടന്നിട്ടും പോലീസിന് അവരുടെ രോമം പോലും തൊടാൻ സാധിക്കുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് എന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയേണ്ടത്. എന്താണ് പോലീസ് ഇങ്ങനെ ചെയ്യാത്തത്? നിയമം നടപ്പിലാക്കുന്നതിൽ അറച്ചു നിൽക്കുന്നത് ആരെ ഭയപ്പെട്ടാണ്? അതെല്ലാമാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഞങ്ങൾ നീതി ലഭ്യമാക്കാൻ അർഹതപ്പെട്ട ഈ രാജ്യത്തെ നികുതി നൽകുന്ന ഭരണഘടനാപരമായി ജീവിക്കാൻ അവകാശമുള്ള പൗരന്മാരാണ്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് RK മൂസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SP കുഞ്ഞമ്മദ്, SK അസൈനാർ, CPA അസീസ്, PK ഇബ്രാഹിം, VP റിയാസ് സലാം എന്നിവർ ആശംസകൾ അർപ്പിച്ചും സംസാരിച്ചു. മുനീർ നൊച്ചാട്, TP നാസർ, C അഹമ്മദ്കുട്ടി ഹാജി തുടങ്ങിയവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. തലശ്ശേരി കുടകുപാതയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി തുടങ്ങി. ഉന്നതതല സംഘം സ്ഥലം പരിശോധിച്ചു. 30 മീറ്റർ നീളത്തിൽ പാത ഒലിച്ചുപോയതിനെ തുടർന്ന് അന്തർസംസ്ഥാന പാത കഴിഞ്ഞ ദിവസം മുതൽ അടച്ചിരുന്നു. കനത്ത കാലവർഷത്തിൽ പെരുമ്പാടി തടാകത്തിൽ വെള്ളം നിറഞ്ഞുണ്ടായ മർദ്ദത്തെ തുടർന്നാണ് തടാകത്തിന്റെ ചിറ പൊട്ടി തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയിലെ പെരുമ്പാടി ഭാഗത്ത് റോഡൊഴുകിപ്പോയത്. റോഡിന്റെ അടിവശം 30 മീറ്റർ നീളത്തിൽ ഒലിച്ചുപോയി. ഇതേ തുടർന്ന് ടാറിംഗ് ഉൾപ്പെടെ തകർന്നു വീഴുകയായിരുന്നു. ഒരു ഭാഗം തടാകവും മറുഭാഗം കൊല്ലിയുമായതിനാൽ റോഡിന്റെ ഇരുഭാഗവും വേർപെട്ടതോടെ ഇതുവഴി കാൽനടയായി പോലും കുടകിലേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. കുടകുമായുള്ള ബന്ധം പൂർണ്ണമായും അറ്റനിലയിലാണുള്ളത്. വാഹനങ്ങൾ ഉൾപ്പെടെ മാനന്തവാടി വഴിയാണ് കടന്നുപോകുന്നത്. കർണാടകത്തിലെ പൊതുമരാമത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഉടൻ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യവുമായി ചുരം റോഡ് കർമ്മസമിതിയും രംഗത്തെത്തിയിട്ടുണ്ട്. വടകര, കൊയിലാണ്ടി മണ്ഡലങ്ങളിലെ ദേശീയപാത റോഡ് തകർച്ച മൂലം ബസ് സർവീസുകൾ താറുമാറായി. മൂരാട് പാലം, ചോറോട് മുതൽ കൈനാട്ടി വരെയുള്ള ഭാഗം, അയനിക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് റോഡ് തകർന്നിരിക്കുന്നത്. ഇതുമൂലം കൊയിലാണ്ടി, പേരാമ്പ്ര തുടങ്ങിയ റൂട്ടുകളിലുള്ള ബസ് സർവീസുകളാണ് താറുമാറായത്. വടകര, കൊയിലാണ്ടി മണ്ഡലങ്ങളിലെ ദേശീയപാത റോഡ് തകർച്ച മൂലം ബസ് സർവീസുകൾ താറുമാറായി. മൂരാട് പാലം, ചോറോട് മുതൽ കൈനാട്ടി വരെയുള്ള ഭാഗം, അയനിക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് റോഡ് തകർന്നിരിക്കുന്നത്. ഇതുമൂലം കൊയിലാണ്ടി, പേരാമ്പ്ര തുടങ്ങിയ റൂട്ടുകളിലുള്ള ബസ് സർവീസുകളാണ് താറുമാറായത്. വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ബസ്സിലെത്തതിനാൽ ബുദ്ധിമുട്ടിലാകുന്നത്. ദിവസേന കൃത്യമായി സർവീസുകൾ നടത്തുന്ന ബസ്സുകളാണ് വൈകുന്നേരം 4 മണിയോടെ സർവീസുകൾ നിർത്തിവയ്ക്കുന്നത്. സാധാരണയായി നടത്തുന്ന സർവീസുകൾ ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് കാരണം കുറയുന്നതാണ് കാരണമെന്ന് ബസ് അധികൃതർ പറയുന്നു. മണിക്കൂറുകൾ നീളുന്ന കുരുക്കാണ്
സർവീസുകൾ താളം തെറ്റാൻ പ്രധാന കാരണം സമയക്രമം പാലിച്ച സർവീസ് നടത്താൻ കഴിയാത്തതിനാൽ എല്ലാ സർവീസുകളും നിർത്തിവെക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ദിവസങ്ങൾക്ക് മുൻപ് അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ദേശീയപാതയിലെ റോഡ് തകർച്ച പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. പൊതുജനങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്ന പ്രശ്നത്തിൽ ജനപ്രതിനിധികൾ പോലും മൗനത്തിലായത് വൻ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കടത്തനാട്. മധ്യവയസ്കൻ ബസ്സിൽ കുഴഞ്ഞു വീണു. ഇയാളെ നാട്ടുകാരും പോലീസും ചേർന്ന് വടകര ആശാ ഹോസ്പിറ്റലിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഇയാളുടെ ദേഹത്ത് പലയിടങ്ങളിലായി പൊള്ളലേറ്റിട്ടുണ്ട്. വടകരയിൽ നിന്നും തലശ്ശേരിക്ക് പോകുന്ന ബസ്സിലാണ് ഇയാൾ കയറിയത്. തുടർന്ന് മാഹിയിലേക്ക് ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. തുടർന്ന് ബസ്സിൽ ബോധം കെട്ട് വീഴുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരും പോലീസും ഇയാളെ വടകര ആശാ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡോക്ടറുടെ പരിശോധനയ്ക്കിടയിലാണ് ഇയാളുടെ ശരീരത്തിൽ പൊള്ളലേറ്റതായി കണ്ടെത്തിയത്. ഉടൻ തന്നെ വടകര എസ്ഐയും സംഘവും പരിശോധിക്കുകയും ശരീരത്തിൽ പല ഭാഗങ്ങളിലായി പൊള്ളലേറ്റതായി ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. ഇദ്ദേഹത്തെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. അബോധാവസ്ഥയിലായ ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് പിന്നീട് മാറ്റി. ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ വടകര പോലീസുമായി ബന്ധപ്പെടുവാൻ അറിയിച്ചു. 049625242006 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, വടകര. കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന എ കരുണാകരൻ സ്മാരക മന്ദിരത്തിനായുള്ള ഫണ്ട് ശേഖരണം ആരംഭിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി അംഗവും കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന എ കണാരന്റെ നാമധേയത്തിലുള്ള KSKTU ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഫണ്ട് ശേഖരണം ആരംഭിച്ചത്. CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. ഇപ്പോഴും ഒരുപാട് ബാധ്യതകളും പ്രവർത്തനങ്ങളും വന്ന് പെട്ടിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ മാറ്റിവെച്ചാൽ പിന്നെ അടുത്ത കാലത്തൊന്നും ഇത് ഈ തോണിയായിട്ട് നമുക്ക് വെള്ളത്തിലിറങ്ങാൻ പറ്റില്ല. ഈ സെപ്റ്റംബർ മാസത്തിൽ ഈ ആഗസ്റ്റ് അവസാനത്തോടുകൂടി എല്ലാവരോടും പറയാലോ, പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കുക. ഇപ്പം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി അടുത്ത ദിവസം അതിൻ്റെ സമയ പട്ടിക പ്രഖ്യാപിക്കും. പാർട്ടി കോൺഗ്രസ് ഉൾപ്പെടെ അത് പിന്നെ തുടങ്ങിയാൽ പിന്നെ നമുക്കെല്ലാം അതുമായിട്ട് കുറച്ച് മാസങ്ങൾ അതിൻ്റെ ചുമതലകളുമായിട്ട് പോകേണ്ടി വരും. അതുപോലെ മറ്റൊരുപാട് പ്രവർത്തനങ്ങൾ, ദേശാഭിമാനിയുടെ പ്രവർത്തനം സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 20 വരെയുള്ള സമയത്ത് അതിൻ്റെ സംഘടിതമായ നിലയിലുള്ള വാർഷിക വെഞ്ചാര ചേർക്കാനും ഈ 19-ാം തീയതി നായനാർ അക്കാദമിയുടെ ഭാഗമായിട്ടുള്ള ഒരു വലിയ ജനകീയ കലശൻ, ബക്കറ്റ് കലശന് നമ്മളെല്ലാം പോകും. കേളുവേട്ടൻ മന്ദിരത്തിൽ നടന്ന പരിപാടി ഏരിയ സെക്രട്ടറി PP ബാലൻ സ്വാഗതം പറഞ്ഞു. ഏരിയ പ്രസിഡന്റ് മീതിലേക്കാട്ടിൽ നാണു അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി KK ദിനേശൻ, ജില്ലാ പ്രസിഡന്റ് TK കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വടകര. വില്ലിപ്പള്ളി ചെരിപ്പൊയിൽ കനാൽ ബദൽ റോഡ് അപകടാവസ്ഥയിൽ. ചെരിപ്പൊയിൽ മാഹി കനാൽ ജോലി നിർത്തിവച്ചതിനാൽ ഇതിലെയുള്ള യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. വില്യാപ്പള്ളി ചേരിപ്പൊയിൽ കനാൽ ബദൽ റോഡാണ് ഇപ്പോൾ അപകടാവസ്ഥയിലായത്. വടകര ചേരിപ്പൊയിൽ മാഹി കനാൽ ജോലി നിർത്തിവച്ചതിനാൽ ഇതിലെയുള്ള വാഹനങ്ങളും പൊതുജനങ്ങളുടെയും യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. ഇതിനുവേണ്ടി പഞ്ചായത്തോ മറ്റ് അധികൃതരോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് നാട്ടുകാർ പരാതി പറയുന്നു. കഴിഞ്ഞ ദിവസം ഇതിലെ പോയ ഒരു 2 വീലർ നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിഞ്ഞ യാത്രികന് പരിക്കു പറ്റിയിരുന്നു. മഴ കാരണം കനാലിൽ വെള്ളം ഉയർന്നു വരുന്നതും താൽക്കാലികമായി ഉണ്ടാക്കിയ റോഡിന്റെ അരിക് ഇടിഞ്ഞു താഴുന്നതും പല വാഹനങ്ങളുടെയും അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് ഇവിടെ. ഇത് കാരണം വാഹനങ്ങൾ കനാലിന്റെ ഇപ്പുറം യാത്ര മതിയാക്കുന്നത് കൊണ്ട് യാത്രികരും വിദ്യാർത്ഥികളും ബുദ്ധിമുട്ടുകയാണ്. ഇതിനുവേണ്ട നടപടികൾ ഉടൻ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വടകര. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. വില്ലിപ്പള്ളി ചെരിപ്പൊയിൽ കനാൽ ബദൽ റോഡ് അപകടാവസ്ഥയിലായതിനെതിരെയും ചെരിപ്പൊയിൽ മാഹി കനാൽ ജോലി നിർത്തിവെച്ചതിനെതിരെയും പ്രതിഷേധിച്ച് JDU വില്ലിപ്പള്ളി പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. ചേരിപ്പൊയിൽ മാഹി കനാലിന്റെ നിർത്തിവെച്ച പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കുക, ജനങ്ങളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ബദൽ റോഡ് യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് JDUവിന്റെ നേതൃത്വത്തിൽ വില്യാപ്പള്ളി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച്
JDU മണ്ഡലം പ്രസിഡന്റ് KM ബാബു ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ നോമ്പിൽ ഒരു ചെറുപ്പക്കാരൻ മോട്ടോർ സൈക്കിളോടുകൂടി അക്കനാലിൽ മോട്ടോർ സൈക്കിളോടുകൂടി നോമ്പ് തുറന്നു വരുന്നതാണ്. ഈ കമ്പി വാർത്തിട്ട് ഇങ്ങനെ കുത്തനെ നിൽക്കുന്നുണ്ട്. അതിന്റെ മുകളിലായിട്ടാണ് വീണതെങ്കിൽ എന്താ സ്ഥിതി? ആ ചെറുപ്പക്കാരനുണ്ടാവോ? ഞങ്ങളിത് പറഞ്ഞു, ഇത് അപകടമാണ്, അടിയന്തരമായി ഇത് പരിഹരിക്കാൻ ആവശ്യമായ പ്രവർത്തനം ഉണ്ടാക്കണം. അപ്പൊ അന്ന് ബദൽ റോഡ് എന്ന് പറഞ്ഞപ്പോ നല്ല നിർദ്ദേശമാണ് അന്നത്തെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ നാവിക വകുപ്പിന്റെ അയാൾ വെച്ചത്. അയാൾ വെച്ച ആ നിർദ്ദേശം ചേരിപ്പോയിൽ നിന്ന് ഒരു സ്വകാര്യ വ്യക്തിയുടെ മതിൽ കുറച്ചു ഭാഗം പൊളിച്ചുകൊണ്ട് ആയിഞ്ചി റോഡിന്റെ ആനിക്കാട്ട റോഡിനോട് യോജിക്കുക. VP കൃഷ്ണൻ അധ്യക്ഷനായി. ആയാടത്തിൽ രവീന്ദ്രൻ, P പ്രതീഷ്, TM രാജൻ, മലയിൽ രാജേഷ്, VP രാജേഷ്, ശൈലേഷ് മാസ്റ്റർ, സുനി കുറ്റിക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വടകര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് ലീഗ് ചോമ്പോല പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ചോമ്പാല പോലീസ് സ്റ്റേഷൻ ചുവപ്പുവൽക്കരണത്തിനെതിരെയും നിരന്തര നീതി നിഷേധത്തിനെതിരെയുമാണ് മുസ്ലിം യൂത്ത് ലീഗ് ചോമ്പാല പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. സംസ്ഥാന സെക്രട്ടറി VV മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ CPM-കാർ ഞങ്ങൾ ആക്രമിക്കുമ്പോ ഞങ്ങൾക്ക് അറിയാം CPM ആക്രമിക്കും. കാരണം CPM ഒരു പാർട്ടിയാണ്, ഞങ്ങളും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ആളെ കിട്ടുമെന്ന് CPM നോക്കും, CPM എന്ന പാർട്ടിയിൽ ആളെ കിട്ടുമെന്ന് ഞങ്ങളും നോക്കും. ഈ നോക്കലുണ്ടാകുമ്പോൾ ഒരസലുണ്ടാകുന്നത് ഒരസലുണ്ടാകാൻ മടിയാവും. അത് ഞങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യും. അത് കൈകാര്യം ചെയ്ത പാരമ്പര്യവും മുസ്ലിം ലീഗിനും യൂത്ത് ലീഗിനുമുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ ഇതിലൊന്നും കക്ഷിയല്ലാത്തൊരു കക്ഷിയാണ് പോലീസ്. ഈ പോലീസ് എന്തിനാണ് ഇത്തരം വിഷയങ്ങളിൽ കക്ഷി ചെയ്യുന്നത്? TP സെൻകുമാർ കക്ഷി ചേർന്നത് അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം, അത്രയും കാലം അദ്ദേഹം ഒരു ഗർഭം സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിച്ച് റിട്ടയർ ചെയ്ത് പിറ്റത്താഴ്ച മലയാളം വരികയാണ്. പക്ഷെ ഇപ്പൊ സർവീസിലിരിക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്തിനാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരോട് നീതി നിഷേധിക്കുന്ന രീതിയിൽ പെരുമാറുന്നത്? നിങ്ങൾക്കാരാ ചെല്ലും ചെലവും തരുന്നത്? CPM? അങ്ങനെയാണ് നിങ്ങൾ പറ. ഞങ്ങൾക്ക് ചെലവ് തരുന്നത്, ഞങ്ങൾക്ക് മാസപ്പടി തരുന്നത് ഞങ്ങൾക്ക് CPM-ന്റെ ഓഫീസിൽ നിന്നാണ്, ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ എച്ചിൽ നക്കുന്ന രീതിയിലുള്ള പണി എടുത്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ പറ. അല്ലാലോ ഞങ്ങൾ ഉൾപ്പെടെ ഈ നാട്ടിലെ എല്ലാവരും, രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും കേസുള്ളവരും കേസില്ലാത്തവരും മുഴുവൻ ആളുകളും തരുന്ന നികുതി പണം ഉപയോഗിച്ചാണ് നിങ്ങൾ മാസത്തിൽ ശമ്പളം പറ്റുന്നത്. നിങ്ങൾ മാസത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ചെലവിന് കൊണ്ടുകൊടുക്കുന്നത്. AV സനീദ് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് PP ജാഫർ, മണ്ഡലം പ്രസിഡന്റ് ഷുഹൈബ് കുന്നത്ത്, M ഫൈസൽ, അഫ്നാസ് ചോറോട്, TCH ലത്തീഫ്, RP റജീസ്, ഷക്കീർ TG തുടങ്ങിയവർ സംസാരിച്ചു. സാജിദ് നല്ലോളി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വടകര. വില്യപ്പള്ളി മത്സ്യ മാർക്കറ്റ് കെട്ടിടം അപകടാവസ്ഥയിൽ. മാർക്കറ്റ് അപകടാവസ്ഥയിലായിട്ട് മാസങ്ങളായി. മാർക്കറ്റിനുള്ളിലെ മുകൾ ഭാഗം അടർന്നു വീഴുന്നതും നിത്യസംഭവമായിരിക്കുകയാണ്. വില്യാപ്പള്ളി മത്സ്യ മാർക്കറ്റ് അപകടാവസ്ഥയിലായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. മാർക്കറ്റിനുള്ളിലെ മുകൾ ഭാഗം അടർന്നു വീഴുന്നത് നിത്യസംഭവമായിരിക്കുകയാണ്. ഇത് കാരണം പല മത്സ്യക്കച്ചവടക്കാരും റോഡിൽ വെച്ച് വിൽപ്പന നടത്തുന്ന സ്ഥിതിയാണിപ്പോൾ. ഈ മാർക്കറ്റിന്റെ അടുത്തുകൂടിയാണ് നിരവധി ജനങ്ങളും വിദ്യാർത്ഥികളും യാത്ര ചെയ്യുന്നത്. അടർന്നു വീഴുന്ന സ്ഥലങ്ങൾ താൽക്കാലികമായി അടക്കുന്ന സ്ഥിതിയാണിപ്പോൾ. കഴിഞ്ഞ ദിവസം മുകൾ ഭാഗം അടർന്നു വീണിരുന്നു. വീഴുന്ന സമയത്ത് ആളുകളില്ലാത്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ഇതിനെപ്പറ്റി പഞ്ചായത്ത് അധികൃതരോട് പരാതി പറയുമ്പോൾ ബിൽഡിംഗ് പൊളിച്ചു പുതുക്കിപ്പണിയുകയാണെന്നാണ് പറയുന്നത്. വർഷങ്ങളായി ഇത് പറയുകയല്ലാതെ പഞ്ചായത്തോ മറ്റധികൃതരോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത് കാരണം മാർക്കറ്റിലെ മത്സ്യത്തൊഴിലാളികൾക്കും ജനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. ഏറ്റവും പഴക്കമുള്ള ബിൽഡിംഗാണ്. ദീർഘകാലമായി മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ഈ ബിൽഡിംഗ് മാറ്റണം, മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് തക്കതായ നടപടി സ്വീകരിക്കുന്നില്ല.
എനിക്ക് തോന്നുന്നു അതിന് കുറേ ഭാഗ്യ ഇടപെടൽ, ശക്തമായ ഭാഗ്യ ഇടപെടൽ സമ്മർദ്ദമാണ് ഇത് കാരണം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മഴ സമയത്ത് ആ ബിൽഡിങ്ങിൻ്റെ ഡിൻഡിലുമായി ബന്ധപ്പെട്ട കടപ്പാട് തകർന്ന് താഴെ വന്നു. ഇതൊരു ഭാഗ്യത്തിന് എന്ന് വെച്ചാൽ മത്സ്യത്തെ ആ സ്ഥലത്തില്ലാത്തതുകൊണ്ട് തന്നെ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ബിൽഡിംഗ് ഓർഡർ എന്ത് ചെയ്യുക, ആരും അറിയാതെ ആ ബിൽഡിംഗ് എന്ത് ചെയ്യുക അപ്പാമാതിരി പേച്ച് വർക്ക് പോലെ ചെയ്തത്. ഇത് ഇവിടെ 5-8 വർഷമായി എന്ത് ചെയ്യുന്നത് പഞ്ചായത്ത് പരിക്കണം എന്ന് പറഞ്ഞു. വില്യാപുരം ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രക്കാർ പോകുന്ന സ്ഥലമാണ്. വില്യാപുരം ടൗണിലേക്ക് യാത്രക്കാർ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇത്. നിരവധി യാത്രക്കാർ, അതുമാത്രമല്ല പിന്നെ കച്ചവടക്കാരും എല്ലാം ഈ നടന്നു പോകുന്ന സ്ഥലമാണിത്. ഇപ്പോൾ ഈ 12 മണിയാവുന്ന ഇത്രയും ആൾക്കാരാണ് വില്യാപുരം ടൗണിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെയാണുള്ളത്. വൈകിട്ട് 5 മണിയായാൽ ഈ ടൗണിൽ എന്ത് ചെയ്യാൻ നിറയെ ആൾക്കാരാണ്. ഒരു അപകടം പറ്റിയെങ്കിൽ വില്യാപുരം പഞ്ചായത്ത് സമിതി ഏറ്റവും വലിയ ദുരിതമായിരിക്കും ഇനി ഉണ്ടാകുന്നത്. ഈ അധികാരികൾ ശക്തമായ രീതിയിൽ ആരും തന്നെ ഇതിന് പിന്നിൽ ആരും തന്നെയാണ് മുഖം നോക്കാതെ ഒഴിപ്പിച്ചുകൊണ്ട് തന്നെ കാര്യം ചെയ്യേണ്ടതായിട്ട്. അതോടൊപ്പം തന്നെ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, എനിക്കൊന്ന് കഴിഞ്ഞ നോമ്പ് സീസണിൽ എന്റെ മത്സ്യത്തൊഴിലാളി ഞാൻ കണ്ടതാണ്. എനിക്ക് ഏറ്റവും ഒരു വിഷമം തന്നെ 9 മണിക്ക് രാത്രി 9 നോമ്പ് തുറന്ന് 9 മണിക്ക് ഈ മഴയത്ത് ടൗണിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്ന മത്സ്യം വിതരണം. ഞാൻ ഇതെന്താ നമുക്ക് ഈ ടൗണിൽ വെച്ചിട്ട് മത്സ്യം വിതരണം ചെയ്യുന്നത്? ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കണ്ടേ? എനിക്ക് ചെയ്ത് നോക്കിയതാ മത്സ്യമൊക്കെ സ്ഥിതി ഇങ്ങനെയാണ്, ഞങ്ങൾ ജീവിക്കണം. അപ്പൊ അവരെന്ത് ചെയ്യാൻ വെച്ചാൽ അവർ രാത്രി കോടാങ്ങന്മാർക്ക് ടൗണിൽ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്ന സ്ഥിതിയാണ്. ന്യൂസ് ബ്യൂറോ, വടകര. നാദാപുരം ഗവൺമെന്റ് UP സ്കൂളിൽ തിരഞ്ഞെടുപ്പ് നടന്നു. പാർലമെന്റിലേക്ക് നടത്തുന്ന തിരഞ്ഞെടുപ്പിന്റെ എല്ലാ ചട്ടങ്ങളും മാനിച്ചുകൊണ്ടാണ് സ്കൂളിലെ തിരഞ്ഞെടുപ്പ്. ഇത് മറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് വ്യത്യസ്തത പുലർത്തി. സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് 17-18 എന്ന ഉത്തരവിലൂടെ പ്രസിദ്ധീകരിച്ച നിർദ്ദേശങ്ങൾ പതിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ചത്. നാമനിർദ്ദേശ പത്രിക ദിവസം മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള നിർദ്ദേശങ്ങളാണ് പ്രസിദ്ധീകരണത്തിൽ ഉള്ളത്. ചിഹ്നം പതിപ്പിച്ച ബാലറ്റ് പേപ്പർ മാതൃകയും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരുവിവരങ്ങളും പോളിംഗ് ബൂത്തിന് മുൻപിൽ പ്രദർശിപ്പിച്ചു. സ്കൗട്ട് വിദ്യാർത്ഥികളാണ് ക്യൂ നിയന്ത്രിച്ചത്. AS ദേവാനന്ദ പ്രിസൈഡിംഗ് ഓഫീസറായും സജാസലാം, നവീനേഷ്, ആരതി ചന്ദ്രൻ, ഗൗരി നന്ദന, ഗോകുൽ PS എന്നിവർ പോളിംഗ് ഓഫീസർമാരായും പ്രവർത്തിച്ചു. ഇലക്ട്രോണിക് പോളിംഗ് മെഷീനിൽ വോട്ട് ചെയ്യുമ്പോൾ കൃത്യമായി അനൗൺസിലൂടെ അറിയുകയും ചെയ്യുന്നു. കുട്ടികൾക്ക് ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചുള്ള ധാരണ അറിയുന്നതിനായാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് KK രമേശൻ മാസ്റ്റർ പറഞ്ഞു. ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ച് ഒരു ധാരണ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാ വർഷവും നമ്മുടെ സ്കൂളിൽ ഇത്തരത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നടത്താറുള്ളത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പണം, സൂക്ഷ്മ പരിശോധന, സ്ഥാനാർത്ഥിത്വം പിൻവലിക്കൽ, പ്രചരണം, അതിനുശേഷമാണ് ഈ വോട്ടിംഗ് രീതിയിലേക്ക് വന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ കൊണ്ടുവന്ന ഒരു പുതുമ നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പ് പോലെ തന്നെ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഇതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളും അവരെ പിന്തുണക്കുന്ന ആളുകളും പോയി അവരുടെ പേര്, ചിഹ്നം, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിയിട്ടുണ്ട്. ക്ലാസ്സുകളിൽ പോയി പ്രചരണം നടത്തുകയും കൂട്ടമായി കുട്ടികളെ ഒന്നിച്ചു ചേർത്ത് സമ്മേളിപ്പിച്ചുകൊണ്ട് പ്രചരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇസ്മയിൽ, KP മൊയ്തു, TP അഹമ്മദ്, KK റിയാസ്, റീജ NP, M സായി എന്നീ അധ്യാപകർ ചേർന്നാണ് ഇത്തരത്തിലുള്ള മാതൃകാ തിരഞ്ഞെടുപ്പ് കാഴ്ചവെച്ചത്. ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇത് നടന്നതെന്നും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം സ്കൂൾ തിരഞ്ഞെടുപ്പിൽ ആദ്യമായാണെന്നും ഹെഡ് മാസ്റ്റർ കമാരൻ മാസ്റ്റർ പറഞ്ഞു. നിയമസഭാ ഇലക്ഷൻ്റെ അതേ അന്തരീക്ഷത്തിൽ സ്ഥാനാർത്ഥികളും പരസ്യ പ്രചാരണവും ഈ വർഷം പുതുമയായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ചുമതലയും കുട്ടികൾ തന്നെ ഏറ്റെടുക്കുന്ന ഒരു മാതൃകാ ഇലക്ഷനാണ് ഈ വർഷം നാദാപുരം ഗവൺമെൻറ് UP സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കല്ലാച്ചി. തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സെക്കൻഡറി പാലിയേറ്റീവ് ആലോചനാ യോഗം നാദാപുരം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. ചടങ്ങിൽ TM ചന്ദ്രി അധ്യക്ഷത വഹിച്ചു.
പാലിയേറ്റീവിന്റെ പരിചരണം സെക്കൻഡറി തലത്തിലേക്ക് എത്തിക്കുവാൻ സെക്കൻഡറി പാലിയേറ്റീവിന് തുടക്കം കുറിച്ചു. തൂണേരി ബ്ലോക്കിന്റെ പരിധിയിലുള്ള 7 പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇതിന് തുടക്കം കുറിച്ചത്. ജനപ്രതിനിധികളും രാഷ്ട്രീയ സാംസ്കാരിക സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെട്ട ഒരു കമ്മിറ്റി രൂപീകരിച്ച ഇതിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പരിചരണം നടത്തേണ്ട രോഗികളെ കണ്ടെത്തി പ്രവർത്തനം നടത്തുക എന്ന തീരുമാനത്തിലെത്തുകയും ചെയ്തു. മനോജ് അരൂര ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. TM ചന്ദ്രി അധ്യക്ഷയായി. മെഡിക്കൽ ഓഫീസർ ഗീതാ ഗുരുദാസ് വിവരണം നൽകി. MK സഫീറ, പ്രസീത കല്ലുള്ളതിൽ, ചന്തു മാസ്റ്റർ, മണ്ടോടി ബഷീർ, CV കുഞ്ഞികൃഷ്ണൻ, ഷാഹിന കുന്നത്ത, ഹേമചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നട്ടലിൽ ക്ഷതമേറ്റ് കിടക്കുന്ന രോഗികളുടെ സംഗമം നടത്തുന്നത്. ആ സംഗമത്തിൽ വെച്ചിട്ടാണ് ഒരാൾ എന്ത് ചെയ്ത് പറയുന്നത്, പെട്ടെന്ന് ഇത് കണ്ടെന്ന് ഒരാൾ പറയുന്നത്. പിന്നെ അയാൾ ആ പേരെടുത്ത് പറയാതെ പറഞ്ഞത് എന്ത് ചെയ്യുന്നത് 5 ലക്ഷം രൂപ ഇവരുടെ പുനരധിവാസത്തിന് വേണ്ടി ഞാൻ തരാറുണ്ട്. അതാണ് നമ്മൾ ചോല പെട്ടിക്കട പദ്ധതി. ഞങ്ങളിപ്പോൾ നടക്കുന്നത് നമ്മൾ 7 പെട്ടിക്കട കൊടുത്തു. അങ്ങനെയുള്ള വിലാകരം ഞാൻ പറയുന്നത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു നിങ്ങളൊരു ശരിക്കും നല്ല ഈ രോഗികളുടെ സംഘം ഒരു ദിവസം ഒരിക്കൽ നല്ല സന്തോഷത്തോടു കൂടി പിരിയാനുള്ള ഒരു സംഘം എടുത്ത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം. ന്യൂസ് ബ്യൂറോ, കല്ലാച്ചി. തലശ്ശേരി കോണൂർ വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പാർക്ക് കാടുമൂടി നശിക്കുന്നു. ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച പാർക്കാണ് ഇപ്പോൾ നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നത്. 2008 തലശ്ശേരി കോണൂർ വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനടുത്ത് 55 സെന്റ് സ്ഥലത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കുട്ടികൾക്കായി മനോഹരമായ പാർക്ക് നിർമ്മിച്ചത്. എന്നാൽ ഇന്നത്തെ പാർക്കിന്റെ അവസ്ഥ ഇതാണ്. തുടക്കത്തിൽ ദിനംപ്രതി 100 കണക്കിന് ആളുകളാണ് ഈ പാർക്കിൽ എത്തിക്കൊണ്ടിരുന്നത്. ഇന്നാകട്ടെ തുരുമ്പെടുത്ത കളിയുപകരണങ്ങളെല്ലാം കാടുമൂടിയ അവസ്ഥയിലാണ്. രാത്രികാലങ്ങളിൽ ഹൈമാക്സ് വിളക്കോ ചുറ്റുമുള്ള വിളക്കുകളോ കത്തിക്കാറില്ല. ഇപ്പോൾ പാർക്ക് നടത്തിവരുന്നത് കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനാണ്. ഇവരുടെ പിടിപ്പുകേടുകൊണ്ടാണ് പാർക്കിന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് പ്രൊഫസർ ഹറോൺ റഷീദ് പറയുന്നു. തലശ്ശേരി കോണൂർ വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപം ഒരു മനോഹരമായ പാർക്കുണ്ട്. കുട്ടികൾക്കുള്ള വിനോദത്തിന്, അവരുടെ ഉല്ലാസത്തിനായി അന്നത്തെ അസോസിയേഷൻ, ഞാൻ ഉൾപ്പെട്ട അസോസിയേഷൻ സ്ഥാപിച്ച ഒരു പാർക്കാണത്. ഇന്ന് ആ പാർക്കിൻ്റെ അവസ്ഥ കുറച്ച് ശോചനീയമാണ്. എന്താണെന്നറിയില്ല. അവിടെ ഇപ്പോൾ ആൾക്കാർ വരുന്നില്ല, കുട്ടികൾ വരുന്നില്ല, രക്ഷിതാക്കന്മാർ വരുന്നില്ല. ഒരു കാലത്ത് വളരെ സജീവമായിരുന്നു അവിടെ. എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു? അവിടുത്തെ ഈ കളി ഉപകരണങ്ങളൊക്കെ തുരുമ്പ് പിടിച്ചതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ആ ഒരു നില മാറ്റണം. അവിടെ നല്ല കളി ഉപകരണങ്ങൾ വീണ്ടും സ്ഥാപിച്ചാൽ കുട്ടികൾ വരും, രക്ഷിതാക്കന്മാർ വരും, ആ സ്ഥലം കുറച്ചുകൂടി സജീവമാകും. അപ്പം ഞാൻ ഉൾപ്പെട്ട ഒരു അസോസിയേഷനാണ് സ്ഥാപിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ കാണുമ്പോൾ നേരിയ ദുഃഖം തോന്നുകയാണ്. അപ്പോൾ ഇതിൻ്റെ അധികൃതർ, മുനിസിപ്പാലിറ്റി ആയാലും നമ്മുടെ ക്രിക്കറ്റ് അസോസിയേഷൻ ആൾക്കാരായാലും ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് വന്ന് ഇതിൻ്റെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥക്ക് പരിഹാരം കാണണം എന്നാണ് എനിക്ക് ഒരു പഴയ ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ പറയാനുള്ളത്. കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറിയുടെയും തലശ്ശേരി മുനിസിപ്പൽ സെക്രട്ടറിയുടെയും ജോയിന്റ് അക്കൗണ്ടിൽ 7 ലക്ഷത്തിൽ പരം രൂപ ബാങ്കിൽ നിക്ഷേപമുണ്ടെങ്കിലും പാർക്ക് നവീകരിക്കുവാൻ ഇപ്പോഴത്തെ നടത്തിപ്പുകാർ തയ്യാറല്ല. കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ കയ്യിൽ നിന്നും മുനിസിപ്പാലിറ്റി തിരിച്ചെടുത്ത് പാർക്ക് നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ നറുക്കെടുപ്പിൽ സമ്മാനമായി ലഭിച്ച ഹോണ്ട ആക്ടിവയുടെ താക്കോൽദാന ചടങ്ങ് ജീന ജോർജിന് നൽകി വടകര MLA നാണു നിർവഹിക്കുന്നു. ചടങ്ങിൽ റീജിയണൽ മാനേജർ ഗോകുൽദാസ്, മാനേജർമാരായ ജിതേഷ് കൃഷ്ണ, ഗിബിൽ ദേവ്, മോനിഷ് എന്നിവർ പങ്കെടുത്തു. പ്രധാനപ്പെട്ട ജ്വല്ലറികളിൽ ഒന്നാണ് ഈ സ്ഥാപനം. നമ്മുടെ നഗരത്തിന്റെ വളർച്ചയോടൊപ്പം ഈ സ്ഥാപനവും വളരുകയും അനേകം ജീവനക്കാരും അതിനനുസരിച്ചുള്ള കസ്റ്റമേഴ്സും ലഭിച്ച ഈ സ്ഥാപനം നല്ല നിലയിൽ വടകരയിലെ അവരെ സമീപിക്കുന്നവരുടെ താല്പര്യങ്ങൾ
ന്യായമായി സംരക്ഷിക്കുന്നതിന് ഉതകുന്ന രൂപത്തിൽ പ്രവർത്തിക്കട്ടെ എന്ന് ആശിക്കുന്നു. ഇത് ലഭിച്ച ഭാഗ്യം കടാക്ഷിച്ച അവരെ ഈ താക്കോൽ നൽകുന്നു. നാദാപുരം CCUP സ്കൂളിൽ ചാന്ദ്രദിനാചരണം നടന്നു. പ്രൊഫസർ കെ പാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 21 ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി നാദാപുരം CCUP സ്കൂളിൽ പരിപാടി സംഘടിപ്പിച്ചു. നക്ഷത്രങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് അറിവ് പകർന്നുകൊണ്ടാണ് ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. കെ സുധീർ മാസ്റ്റർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ഹെഡ് മാസ്റ്റർ പി രവീന്ദ്രൻ അധ്യക്ഷനായി. എ ലത്തീഫ്, ശശികല MK, രാജീവൻ, ബീന, സന്ദീപ്, സജീഷ് എന്നിവർ സംസാരിച്ചു. മൂന്നാണ്, പക്ഷേ സ്വാതി എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ്. അങ്ങനത്തെ ഓരോ നക്ഷത്രങ്ങൾ മൂന്നാറുണ്ട്, ബാക്കിയൊക്കെ കൂട്ടാം. അപ്പൊ ഇതിനോടുള്ള ഗുണം എന്താണെന്ന് അറിയോ? ഇത് വെറുതെ ജന്മനക്ഷത്രം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അതിന്റെ അന്നത്തെ ഉപയോഗം നിങ്ങളുടെ പ്രായം കഴിക്കാൻ. ഒരു കുട്ടി ജനിച്ചിട്ട് എത്ര ദിവസമായിരുന്നപ്പോൾ പറയാൻ അത് വേണം, കാരണം കലണ്ടറില്ല, ഇന്ത്യക്കാർക്ക് ആഴ്ചയില്ല. അപ്പൊ കുട്ടികളായിട്ട് ആ കുട്ടി കാർത്തികരായിട്ട്. അപ്പൊ ഇന്നത്തെ നാള് ഇന്നിപ്പോ ആയിട്ടാണെന്ന് വിചാരിക്കാം, ഇന്നത്തെ നാളായിട്ടാണ് കുട്ടി ജനിച്ചത്, കാർത്തികരാണ്. എത്ര ദിവസമായി കുട്ടി ജനിച്ചിട്ട്? കാർത്തികന്, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം, പൂയം, ആയിരം. ശരിയല്ലേ? 7 ദിവസമായി അല്ല 6 ദിവസം. 6 ദിവസമായി. ഇങ്ങനെ നമുക്ക് എത്ര ദിവസം വരെ ഉണ്ടാവും? 27 ദിവസം വരെ അല്ലേ? 27 ദിവസം വരെ. അപ്പൊ ഒരു കുട്ടിയുടെ പ്രായം ഈ ആഴ്ചയേക്കാളൊക്കെ സൗകര്യത്തിൽ എണ്ണാൻ പറ്റും. 27 ദിവസം വരെ എണ്ണാം. അന്നത്തെ രീതിയാണ്. ആ 27 കഴിഞ്ഞ എന്ത് ചെയ്യും? ആദ്യമൊക്കെ. പക്ഷെ അതിനൊരു മാർഗമുണ്ട്. പണ്ടത്തെ കാലത്ത് എന്താണെന്നറിയോ? കുട്ടിയുടെ ആരെയും ചാടി, ആ ചാടിന്റെ പേര് 28 കിട്ടുന്നറിയില്ല. കുട്ടിയുടെ ആരെയും 27 നാള് തീർന്നു പോയി. അതാണ് എന്റെ അർത്ഥം. 28 കിട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു ചാരടിങ്ങനെ കിട്ടിയിട്ട് ഒരക്കം നീട്ടിയിടുന്നതാണ്. ന്യൂസ് ബ്യൂറോ, വടകര. വടകര മുനിസിപ്പാലിറ്റി പരിധിയിലെ സ്കൂളിലെ പാചകത്തൊഴിലാളികൾക്കായി പാചക ശില്പശാല സംഘടിപ്പിച്ചു. വടകര മുനിസിപ്പാലിറ്റി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ സ്പേസിന്റെ ഭാഗമായി സ്കൂളിലെ പാചക തൊഴിലാളികൾക്കാണ് മേപ്പയിൽ SB സ്കൂളിൽ പാചക ശില്പശാല സംഘടിപ്പിച്ചത്. പാചക വിദഗ്ധൻ അബ്ദുൾ സക്കീർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ശില്പശാല വടകര DEO സദാനന്ദൻ മാണിയത്ത് ഉദ്ഘാടനം ചെയ്തു. വടകര EO വേണുഗോപാലൻ മാസ്റ്റർ അധ്യക്ഷനായി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ഗോപാലൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. KC പവിത്രൻ, TV സജേഷ്, രാധാകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ ഒരിക്കലും ഈ സ്കൂളിൽ കഞ്ഞി തുടങ്ങിയതിന് ശേഷം ഞാൻ ചോറ് കൊണ്ടുപോകില്ല. സ്കൂളിൽ ഭക്ഷണം തുടങ്ങിയതിന് ശേഷം ആളുകൾ ചില സമയം ചില ആൾക്കാർക്ക് ചോദിക്കും, എനിക്കുണ്ട് ഉടുക്കുണ്ടോ, എനിക്ക് കുഞ്ഞുങ്ങളെ തിന്നുന്നല്ല. എനിക്ക് ഞാൻ പറയാൻ കൊടുക്കില്ല. എന്താണെന്ന് പറഞ്ഞാല് അങ്ങനെ നിരന്തരമായ നമ്മുടെ ഇപ്പം വന്ന സമയത്തും ഇപ്പൊ ഈ കുറെ
ഏകദേശം ഒരു ഉച്ച 12 ആകുമ്പോൾ ചെറിയൊരു കാറുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ മൂന്ന് മാഷോ അല്ലെങ്കിൽ മറ്റേ നോൺവെജ് ഓഫീസറോ ചന്ദ്രനോ പറഞ്ഞിട്ട് എല്ലാം നമുക്ക് ഇന്ന് ചോറ് കൊണ്ടുവന്നിട്ട് നമുക്ക് പോകുന്നത് തീർക്കുക എന്നാ പോവാന്ന് പറയാ പോവാ. അങ്ങനെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പോയ സ്ഥലങ്ങളിലൊക്കെ ഭക്ഷണം മോശമില്ലാത്ത തരത്തിലൊക്കെ പാകം ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ മാഷ് പറഞ്ഞു കേട്ട് പരിസര ശുചീകരണം നമ്മളെ വീട് തന്നെയാണ്. അപ്പൊ ഞാൻ എല്ലാവരോടും നിങ്ങളെ സ്കൂളിൽ നിന്നൊക്കെ ടീച്ചേഴ്സ് കഴിക്കുന്നുണ്ടാവില്ല, ടീച്ചേഴ്സും കഴിക്കണം ഭക്ഷണം. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് നമ്മുടെ സർക്കാരിനല്ലേ. ന്യൂസ് ബ്യൂറോ വടകര. കേരള സീനിയർ സിറ്റിസൺ ഫോറവും വടകര ജില്ലാശുപത്രിയും സംയുക്തമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കേരള സീനിയർ സിറ്റിസൺ ഫോറം വടകര സെൻട്രൽ യൂണിറ്റും വടകര ജില്ലാ ഗവൺമെന്റ് ആശുപത്രിയും സംയുക്തമായാണ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും പാറമൽ സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ചത്. സി നാരായണക്കുറുപ്പിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർമാൻ കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മുഹമ്മദ് ഇസുദ്ദീൻ, ഡോക്ടർ മർവ, ടെനിസൺ തോമസ് തുടങ്ങിയവർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജില്ലാ ഗവൺമെന്റ് ആശുപത്രി ജീവിതശൈലി രോഗപ്രതിരോധ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കെ വി ബാലൻകുറുപ്പ്, പി അശോകൻ, എം പ്രേമകുമാരി, എം കരുണാകരൻ മാസ്റ്റർ, എം മുഹമ്മദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കുഞ്ഞനന്ദൻ മാസ്റ്റർ സ്വാഗതവും സി മഹമ്മൂദ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ ഡോസ് കുറയ്ക്കണം. ഇതിന്റെ ബോഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 15 മില്ലിഗ്രാം പെർ കിലോഗ്രാം ആണ് എന്റെ ഡോസേജ്. 15 ഓരോ കിലോഗ്രാമിന് 40 കിലോഗ്രാം ഉണ്ടെങ്കിൽ 4-15 മനസ്സിലാകും. ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ആ ഡോസ് റേഞ്ചിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ആ കാര്യത്തിൽ ക്ലിയർ ആയല്ലോ, മനസ്സിലായല്ലോ. വെള്ളം കുടിക്കണം, റെസ്റ്റ് എടുക്കണം, പാരസെറ്റമോൾ കഴിക്കണം. പിന്നെ കൂടുതലുള്ള ബാക്കി ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. മനസ്സിലാവില്ലേ? വോമിറ്റിംഗ്, ഛർദി, വയറ്റുന്ന നോക്ക് അല്ലേ? അത് ഇതിന്റെ ഭാഗം ഉണ്ടാവും, അത് മാത്രമായിട്ട് അങ്ങനെ അതിനെന്താ ചെയ്യുന്നത്? നമ്മള് വയറ്റുന്ന പോകുമ്പോഴും ഛർദിക്കുമ്പോഴും കുറെ ലവണങ്ങൾ കൂടി നഷ്ടപ്പെടും അല്ലേ? ന്യൂസ് ബ്യൂറോ വടകര. കോഴ, കള്ളനോട്ടടി, ഹവാല, BJP നേതാക്കളുടെ ദേശദ്രോഹ പ്രവർത്തനങ്ങൾ എന്നിവ CBIയെ കൊണ്ട് അന്വേഷിക്കുക എന്ന ആവശ്യവുമായി SDPI പ്രവർത്തകർ വടകരയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സവാദ് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പകർച്ചപ്പനിയുടെ കൂട്ടത്തിൽ കോഴിക്കോട് മലമ്പനിയും 3 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. പ്രതിരോധങ്ങളുമായി ആരോഗ്യവകുപ്പ്. ചരിത്രത്തെ സംസ്കരിക്കാനുള്ള നീക്കം ചെറുക്കണമെന്ന് അബ്ദുൾ സമദ് സമദാനി. ചരിത്രത്തെ ദുരുപയോഗിക്കാനുള്ള ശ്രമങ്ങൾ ജനാധിപത്യ കൂട്ടായ്മയിലൂടെ തടയണമെന്നും അദ്ദേഹം. തലശ്ശേരി കുടകുപാതയിലെ റോഡൊഴുകിപ്പോയ സംഭവം, ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. ഉന്നതതല സംഘം സ്ഥലം സന്ദർശിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.